മളിയകളെ, തന്റെ മന്ത്രിക്ക് അല്പമെങ്കിലും നന്ദി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു റൂട്ടെങ്കിലും അനുവദിക്കുമായിരുന്നു. അയാൾ അസംബ്ലി കണ്ടതേ എന്റെ കാശുണ്ടാ. പണിക്കരൊന്ന് സമാധാനപ്പെട്. കൃഷ്ണമേനോനെ പറഞ്ഞു വിട്ടതും മന്ത്രി ഉടനെ എന്നെ വിളിച്ചു. ഇനി എന്തിനാ വിളിക്കുന്നേ? എല്ലാം കഴിഞ്ഞില്ലേ? ഒന്നും കഴിഞ്ഞിട്ടില്ല. സൊസൈറ്റിയുടെ എല്ലാ റൂട്ടും നിങ്ങൾക്ക് കിട്ടിയാ മതിയല്ലോ. ആ ചുമതല എന്നെ ഏൽപ്പിക്കാനാ മന്ത്രി വിളിച്ചത്. അതെങ്ങനെ? അതല്ലേ രാഷ്ട്രീയം. ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി മന്ത്രിക്ക് ചിലതൊക്കെ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് റൂട്ട് കിട്ടാത്തയിടത്തോളം ഇവിടെ ഒരുത്തന്റെ ബസ് ഓടില്ല. പിന്നെ അല്പം കാശ് ചെലവാം. എന്ത് വേണോ ചെലവാക്കാം. എന്റെ പ്രസ്റ്റേജിന്റെ പ്രശ്നമാണ്. ഈ ജില്ലയിൽ ഞങ്ങൾക്ക് 17 യൂണിയൻ ഉണ്ട്. ഒന്ന് കൈഞ്ഞൊടിച്ചാ മതി, സർവ ബസ് നിന്ന് കത്തും. സർവീസ് നടത്താൻ കഴിയാതെ വരുമ്പോ ജനങ്ങൾ ഇളകും, സൊസൈറ്റി കളഞ്ഞിട്ട് പോകും. അപ്പൊ നമുക്ക് തട്ടിയെടുക്കാം. നീ എവിടെയായിരുന്നു മോനെ? ഞാനൊരു പടം കാണാൻ പോയതാ. നിന്റെ കൂടെ ജോണി ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അങ്കിൾ ഇവിടെ ഇരിക്കുന്ന കണ്ട് പേടിച്ചിങ്ങോട്ട് വരാഞ്ഞതാ. മിസ്റ്റർ പണിക്കർ, കോളേജ് പിള്ളേരെ നമുക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടുത്താം. എന്താ അങ്കിൾ പ്രശ്നം? പറയാം. നാളെ സൊസൈറ്റിയുടെ പുതിയ ബസ് ഇറങ്ങുന്ന ദിവസം. ഒരു മലമ്പുഴ അങ്ങോട്ട് കയറിയട്ടെ. വേഗം കയറി നിങ്ങളെ. വിനോദ് നിൽക്കുന്നു. റെഡിയായിട്ട് നിൽക്കുന്നു. ഹലോ, കേറ്. ഒരു 30 പൈസ സീറ്റ് ടിക്കറ്റ്. 30 പൈസ ടിക്കറ്റിന് 100 രൂപ എന്നാലോ? അതെന്താ? 100 രൂപ ഇന്ത്യൻ കറൻസി അല്ലേ? ചില്ലറയില്ലെന്നാ പറഞ്ഞത്. ചില്ലറയിലേക്ക് ചെരക്കാൻ പൊക്കോളൂ. പട്ടി നാളെ 2-3 സ്ഥലത്തെങ്കിലും കല്ലേറും ബഹളവും ഒക്കെ നടക്കണം. എന്നാലേ സമരം ഒന്നുകൂടി ചൂടുപിടിക്കൂ. വിദ്യാർത്ഥികളുടെ കാര്യം നീ നോക്കിക്കൊള്ളണം. പോലീസ് വന്നാലോ? പോലീസ് നിങ്ങളെ ഒരു ചുക്കും ചെയ്യില്ല. സാറേ, ഈ സമരങ്ങൾ കൊണ്ട് തൊഴിലാളികൾക്ക് എന്ത് നേടാനാ? നീ അത് ചോദിക്കും. തലമുറ തലമുറയായി നിന്റെ രക്തത്തിൽ കലർന്നിരിക്കുന്ന അടിമത്തമാണ് നിന്നെക്കൊണ്ടാ ചോദിപ്പിക്കുന്നത്. ബാലന്റെ അപ്പൻ അപ്പൂപ്പന്മാർ പരമ്പരയായി കൃഷ്ണമേനോന്റെ വീട്ടിലെ കൃഷിപ്പണിക്കാരല്ലേ? അതെ. എന്നിട്ട് കൃഷ്ണമേനോൻ നിനക്കെന്താ സൊസൈറ്റിയിൽ ഒരു ജോലി തരാത്തത്? തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തരില്ലടാ. അവർക്ക് അടിമപ്പണി ചെയ്ത് ചെയ്ത് നിന്റെ അപ്പനായ തേവൻ ചാകാറായി. തേവൻ കഴിഞ്ഞാൽ അവർക്ക് ആ പണിക്ക് നിന്നെ വേണം. അത്തരം ചൂഷണങ്ങൾക്കെതിരെയാണ് ഈ സമരം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. മേനോനെ പോലെയുള്ളവർ തൊഴിലാളി വഞ്ചകരാണ്. അതുകൊണ്ടാ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ അയാളുടെ പാർട്ടി വിട്ടത്. ഇവിടെ സമരങ്ങളിലൂടെ മാത്രമേ തൊഴിലാളികൾക്ക് മോചനമുള്ളൂ. അതുകൊണ്ടാണ് പാർട്ടി നടത്തുന്ന എല്ലാ സമരങ്ങളിലും നിന്നെ പോലെയുള്ളവർ മുന്നണിയിൽ നിൽക്കണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ സമരത്തിൽ ഇറങ്ങുന്നത് എന്റെ അച്ഛന് പോലും ഇഷ്ടമല്ല സാറേ. രാഷ്ട്രീയത്തിൽ അപ്പനും മോനും ഒന്നുമില്ലടാ. പഴഞ്ചൻ മനോഭാവങ്ങൾക്കെതിരെ നിൽക്കാനുള്ള പ്രബുദ്ധത നിനക്കുണ്ടാവണം. നീയും കൃഷ്ണമേനന്റെ മക്കളും ഒന്നുപോലെ ജീവിക്കാനുള്ള ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് ഞാനും എന്റെ പാർട്ടിയിൽ നിലകൊള്ളുന്നത്. അതിനെക്കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ട്. എങ്കിൽ ഈ സമരത്തിന്റെ നേതൃത്വം നാളെ മുതൽ ബാലൻ ഏറ്റെടുക്കണം. ബാലൻ! 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 വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്! വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്! വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്! വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്! അക്രമികളെ അറസ്റ്റ് ചെയ്യുക!
മല ആ കാർ തടയണം. അയ്യോ അത് മേനോസാറിന്റെ കാറാ, ഞാനില്ല. വരാൻ ചേട്ടാ നമുക്കുള്ള മര്യാദയ്ക്ക് മാറിക്കോളി, ഇല്ലെങ്കിൽ നെഞ്ചത്തൂടെ നമ്മൾ കാറ് കയറ്റും. ഇഷ്ടഫ നീ ഇറങ്ങണ്ട, കാറിലിരുന്നു. സമരത്തിന്റെ പേരിൽ എന്ത് ആഭാസത്തിലാണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ യാത്രക്കാരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്തെല്ലാം ആവശ്യങ്ങൾക്ക് പോകാനുള്ള മനുഷ്യരാ. ഒരു കരച്ചക്കോളം നോക്കൊണ്ട് വെടിവെച്ച് കൊല്ലണം, പന്നിയാണ്. നിങ്ങളിത് കണ്ടുകൊണ്ടൊന്ന് രസിക്കുകയാണോ? പൊതുജന സമരത്തിൽ ഇടപെടരുന്ന മുകളിൽ നിന്നുള്ള ഉത്തരവ്. നോൺസെൻസ്. മോളെ ഒന്ന് പോയി നോക്കൂ. കൊണ്ടുവരും. സീരിയസ് ആണ് അച്ഛാ. നിങ്ങൾ ഈ കാറിലോട്ട് കയറ്റു. ഏതവനെ തടയുന്നത് നോക്കട്ടെ. എന്ത് പറ്റി മോളെ? ഇനി ഒരിടത്തും കൊണ്ടുപോകണ്ട അച്ഛാ. ഈസ് ഡെഡ്. SP ദേവരാജൻ ഹിയർ. DGP അദ്ദേഹമാണോ? ഗുഡ് മോർണിംഗ് സർ. അതെ, സ്ഥിതിഗതികൾ ആകെ വഷളാകുന്ന ലക്ഷണമാണ് സാർ. 100% അനാവശ്യമാണ് ഈ സമരം. നോ, വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചതായി ആരും പറയുന്നില്ല. സർ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ സർ. എന്താണ് മിസ്റ്റർ ദേവരാജനൊക്കെ? നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ? പൊതുജനങ്ങളെ ദ്രോഹിക്കാൻ പോലീസും കൂട്ടോ? ഐ അണ്ടർസ്റ്റാൻഡ് യു. സമരക്കാരുടെ പേരിലാണ് സാർ ക്ഷോഭിക്കുന്നതെന്ന് എനിക്കറിയാം. പ്ലീസ് സിറ്റ് ഡൗൺ. ഇതൊക്കെ സമരമാണോ? സാമൂഹ്യ ദ്രോഹികളുടെ അഴിഞ്ഞാട്ടം. മനുഷ്യജീവനോട് എന്തെങ്കിലും വിലയുണ്ടോ? എക്സ്ക്യൂസ് മീ സർ. സമരക്കാർ വിദ്യാർത്ഥികളായതുകൊണ്ട് അല്പം സംയമനത്തോടെ നേരിടണമെന്ന് മാത്രമേ നിർദ്ദേശം കൊടുത്തിട്ടുള്ളൂ. വിദ്യാർത്ഥികളല്ല, ലോറിയിൽ കൊണ്ടിരിക്കുന്ന ഗുണ്ടകളാണ് ബസ് കടയൊക്കെ തകർക്കുന്നത്. തെരുവിൽ വീണ് ഒരു രോഗി മരിച്ചു. അതിനേക്കാൾ കഷ്ടമാണ് ആ ശവം കൊണ്ടുപോകാൻ സമ്മതിക്കാത്തത്. സാർ അല്പം കൂടി ക്ഷമിക്കൂ. ഹലോ, CIക്ക് ഫോൺ കൊടുക്കൂ. മോർണിംഗ്, ജോസഫ് ആണോ? യെസ് സർ. നാട് മുഴുവൻ അക്രമം നടക്കുമ്പോ നിങ്ങൾ കണ്ണുമടച്ചിരിക്കുകയാണോ? അല്ല സർ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അക്രമം പോലീസിനെതിരെയാവും. ആയിക്കോട്ടെ, ആരക്രമം കാണിച്ചാലും ഉടനെ കസ്റ്റഡിയിൽ എടുക്കണം. യെസ് സർ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ കിഴങ്ങന്മാരാണോന്ന് പലരും ചോദിക്കുന്നത്. സാർ. ജോസഫ്, പോക്കിരികളെ അടിച്ചൊതുക്കണം. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട്. ഓക്കെ സർ, അടിച്ചൊതുക്കാം സർ. 1 മണിക്കൂറിനകം ഞാൻ വീണ്ടും വിളിക്കും. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് മീ? സാർ, ഞങ്ങൾ ഉടനെ തിരിക്കുക. ദാറ്റ്സ് ഓക്കെ. താങ്ക് യു മിസ്റ്റർ ദേവരാജ്. ഗോപിനാഥ്. യെസ് സർ. ജീപ്പ് റെഡിയാണോ? റെഡിയാ. SP വിളിച്ചു വരുന്നതിന് വേണ്ടി നമുക്കൊന്ന് ചുറ്റണം. ശരിയാണ് സർ. അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ലോക്കപ്പ് നിറക്കണം. ആ ഹലോ, ജോസഫാ, CI. മാളേക്ക് സാറുണ്ടോ? ആ സാർ തന്നെയാണോ? നമസ്കാരം. കയ്യിൽ കിട്ടുന്നവരെ ഒക്കെ കസ്റ്റഡിയിൽ എടുക്കാനാ SP വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അതെ സാർ, ഞങ്ങൾ ഇപ്പൊ തന്നെ റായി പിറക്കാൻ പോവുക. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറി നിന്നേക്കാൻ പറയണം. പിള്ളേരെയൊക്കെ സാർ അറിയിച്ചോണം. വൈകുന്നേരം നമുക്ക് കാണാം. ഓക്കെ. എടോ, ജി പറക്കാൻ പറ. യെസ് സർ. നിർത്തല്ലോ, നിർത്തേ. എന്താണ് അവിടെ? ഇങ്ങോട്ട് സാർ, ഞാൻ പീഡികാരനാണ് സാർ. എന്നെ കൊണ്ടുപോലെ സാർ. റോഡിൽ വെച്ചാണോ ചിരക്കുന്നത്?
മൊബൈൽ ബാർബർ ആണല്ലേ? എന്താണ് ഇത്? കത്തിയും സോപ്പും ഒക്കെ യെസ് സർ. ഇത് കേട്ടോ എടാ ഇവൻ ബാലകായുധം കൊണ്ട് നടക്കുന്നു. ബാർബർ. അയ്യോ